ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. നമുക്ക് ലൈഫിൽ വളരെ ഉപകാരപ്രദമായ ഒരു കസ്റ്റമറെ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെയിൻ പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോണത്. എന്റെ ഈ ക്ലാസ്സിൽ, നമ്മുടെ ഏത് ക്ലാസ്സിലും ഇരിക്കാൻ നല്ലൊരു ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് കൈ മലർത്തി വെക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് നോളജ് കിട്ടുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ബെസ്റ്റ് പൊസിഷൻ. അപ്പൊ ഒരു സംരംഭകനായതിൽ അഭിമാനിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. ഒരു സംരംഭകനായതിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ മാത്രം വെറുതെ കയ്യിൽ നിന്ന് പൊക്കാവുന്നതാണ്. ഇഫ് യു ആർ പ്രൗഡ്, യെസ്, താങ്ക് യു സോ മച്ച്, യു ആർ പ്രൗഡ് എന്റർപ്രൈനർ. ദെൻ ഈ ടോപ്പിക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഹൃദയത്തിൽ നിന്നാണ് കസ്റ്റമർ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയാം. ഹൃദയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന സമയത്ത് അതിന് മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പോകാൻ സാധിക്കും. നമ്മൾ ബ്രെയിനിൽ പോകുമ്പോ അത് പിന്നെ ചിലപ്പോൾ ചെവിയിലേക്ക് എത്തുക, ഹാർട്ടിൽ നിന്ന് പോകുമ്പോൾ ഹാർട്ടിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനിയിപ്പോ ബ്രെയിനിൽ പോവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോവാതിരുന്നാൽ മതി. ലെഫ്റ്റ് സൈഡ് ഫുള്ള് മാത്തമാറ്റിക്കലാണ്, റൈറ്റ് സൈഡ് ഈസ് ക്രിയേറ്റീവ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത്, നമ്മുടെ ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യേണ്ടത് കസ്റ്റമർ കെയർ എന്ന് പറയുന്ന ഒരു മലയാളം സംസാരിക്കുന്ന ഒരാൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോ നമ്മൾ കാണേണ്ടത് 3.5 കോടി മലയാളിയെയാണ് ഒരു കസ്റ്റമറിലൂടെ നമ്മൾ കാണേണ്ടത്. ബിക്കോസ് ഹി ഈസ് റെപ്രസെന്റിംഗ്, ഈസ് എ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ദ കമ്മ്യൂണിറ്റി ഓഫ് കസ്റ്റമേഴ്സ്. ഒരു ഇന്ത്യക്കാരൻ വരികയാണെങ്കിൽ ഹോൾ ഇന്ത്യൻസ്. ഒരു വ്യക്തി വരുമ്പോ ഹോൾ എന്താ പറയാ, ലോകത്തെ എല്ലാ വ്യക്തികളും പിന്നെ അദ്ദേഹം പ്രതിനിധിക്കും നമ്മൾ കാണണം. അതൊരു ഡെപ്ത് നാം കാണേണ്ടത്. കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു ഡെപ്ത്. കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ അറിവിലേക്ക് വരുന്ന, അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ, പിന്നെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് വരുന്ന വലിയൊരു പ്രസ്ഥാനമായിട്ട് നമ്മൾ കസ്റ്റമറിനെ കാണാം. ആരാണ് കസ്റ്റമർ എന്ന് ചോദിച്ചാൽ, ഒന്ന് കസ്റ്റമർ ഇസ് കെയർ. കസ്റ്റമർ കെയർ കെയർ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് വേണ്ട കെയർ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ആ കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്തത് 2 കാര്യങ്ങളാണ് യുവിലുള്ളത്: അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അൺബയസ്ഡ്. നമ്മൾ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമറുടെ ഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ മുൻവിധിയോട് സമീപിച്ചാൽ അത് ശരിയായിക്കൊള്ളുന്നില്ല, പലപ്പോഴും തെറ്റാനാണ് ചാൻസ്. കസ്റ്റമർ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് അദ്ദേഹത്തിന്റെ നീഡ്, എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നീട് അടുത്ത കാര്യം വരുന്നത് സ്പീഡാണ്. ഒരു കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിനകത്ത് വന്നിട്ട് 5 സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മുടെ ഓർഗനൈസേഷൻ അദ്ദേഹത്തിന് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കച്ചവടം നടക്കാൻ ചാൻസ് കുറവാണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന ഒരു കസ്റ്റമർ, അദ്ദേഹമാണ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഇനീഷ്യേഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കച്ചവടം നടക്കാൻ ചാൻസ് കുറവാണ്. നമ്മുടെ ടീം ഇനീഷ്യേഷൻ നടത്തേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ് ട്രീറ്റ്. നമുക്ക് ട്രീറ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. കസ്റ്റമർക്ക് ഒരു ട്രീറ്റ് നമ്മൾ കൊടുക്കാൻ സാധിക്കണം. മേക്ക് ഹിം ഹാപ്പി. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ്. ഒപ്റ്റിമിസം. ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ഇവിടെയുള്ള സകല പ്രൊഡക്റ്റും, എന്റെ കമ്പനിയുടെ സകല പ്രൊഡക്റ്റും വാങ്ങിക്കാൻ കഴിവുള്ളവനാണെന്ന് നമ്മൾ അന്വേഷിക്കാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചെറിയ പ്രൊഡക്റ്റിന് വന്ന ആള് നാളത്തെ ബൾക്ക് പ്രൊഡക്റ്റിന് ഓർഡറുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് ഓരോരുത്തരും പ്രധാനപ്പെട്ടതാണ്. ആ ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. മെമ്മറബിൾ ആയ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നത് അദ്ദേഹത്തിന് എപ്പോഴും ഓർമ്മിക്കാൻ പറ്റിയ ആ ഒരു അനുഭവമായിട്ട് അത് മാറേണ്ടതുണ്ട്. മെമ്മറബിൾ ആവണം. എഡ്യൂക്കേഷൻ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ധാരാളം എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന് നിരന്തരം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഷുഡ് ബി പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ്. നമ്മുടെ ടീമിന് അതിന് സാധിക്കണം. എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമ്മുടെ ടീമിന് സാധിക്കണം. ദാറ്റ് ഈസ് റെസ്പെക്ട്. ഡെഫിനറ്റ് ആയിട്ട് വേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കസ്റ്റമർ നമ്മൾ കാണുമ്പോൾ ഇതാണ് സത്യത്തിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മുടെ കസ്റ്റമർ എന്ന വാക്ക് അക്ഷരം പ്രതി നമ്മളോട് പറയുന്നത്. കസ്റ്റമേഴ്സ് 4 ടൈപ്പ് ഉണ്ട് പ്രധാനമായിട്ട്. ഇത് വലിയൊരു ടോപ്പിക്കാണ്, ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കൗ കസ്റ്റമർ മീൻസ് നമ്മള് കസ്റ്റമറെ ഒന്ന് ചെറുതായിട്ട് കറക്കേണ്ടി വരും. വട്ടം കറക്കുകയല്ല. നമുക്ക് പശു നേരെ വന്നിട്ട് ആർക്കും പാല് തരില്ല. പശു നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ സ്റ്റാഫിന് നമ്മൾക്ക് ജെന്റിലായിട്ട് പാല് കറക്കുക മീൻസ് പശുവിനെ കൊല്ലലല്ലോ, സ്മൂത്ത് ആയിട്ട് നമുക്ക് ആ പാലെടുക്കാൻ സാധിക്കണം നമ്മുടെ ടീമിന്. നെക്സ്റ്റ് ഇസ് കോഴിമുട്ട കസ്റ്റമറാണ്, ഹെഗ് കസ്റ്റമറാണ്. അത് വന്നിട്ട് മുട്ടിട്ട് പോയിക്കോളൂ. അത്തരം കസ്റ്റമേഴ്സിനെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഓക്കെ, നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹണി. എല്ലാ സ്ഥലത്തും പോയിട്ട് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഏതെന്ന് അന്വേഷിച്ച് നടക്കുന്ന കസ്റ്റമർ, അദ്ദേഹത്തിന് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ യുവർ ഓർഗനൈസേഷൻ വിൽ ദ ബെസ്റ്റ് ഓർഗനൈസേഷൻ. ഇതായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഓൺലൈൻ കാലഘട്ടത്തിൽ ഈ കസ്റ്റമർ നമുക്ക് ഹാപ്പി ആക്കാൻ വേണ്ടി സാധിക്കണം. ദ ലാസ്റ്റ് ഇസ് ഹണി. ഹണിയല്ല, ഹൗസ് ഫ്ലൈ. ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പലപ്പോഴും പറ്റിക്കണമെന്നില്ല, മാനേജ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇത് നെഗറ്റീവ് അന്വേഷിക്കുകയാണ്. ചാരവും ചൊറിയൊക്കെ ആണല്ലോ ഈച്ച അന്വേഷിക്കാറ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ എല്ലാ നെഗറ്റീവും നമ്മൾ എന്ത് ഇംപ്രൂവ് ചെയ്യണം അദ്ദേഹം പറഞ്ഞത്.
നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ ഇമ്പ്രൂവ് ചെയ്യണം അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് വാട്ടി വിടാനൊന്നും പറ്റൂല. ലേൺ ഫ്രം ഹിം. അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ, കസ്റ്റമർ കെയർ ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കിയിട്ട് എന്താ പറയാ, നമ്മുടെ ഓരോ സ്റ്റാഫും രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മളും ഇന്നത്തെ കസ്റ്റമർ റേറ്റിംഗിൽ എത്ര പെർസെന്റേജ് കൊടുക്കും ഒന്ന് വിലയിരുത്തിയാൽ മാത്രമേ നമുക്ക് പിന്നെ എന്താ പറയാ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ ടീമിന് അത് എന്നും ഓർക്കാനും നമ്മുടെ ടീമിനകത്ത് ഓരോ കസ്റ്റമർക്കും വേണ്ട കെയർ കൊടുത്തുകൊണ്ട് മാത്രമേ നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. 5 സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മുടെ ടീം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന കസ്റ്റമർക്ക് ഒരു കെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി വിശദമായി പിന്നീട് സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻസ്. Thank you, Dr. Abdullah Kuttiappi. That was a great learning experience about customer care and satisfaction.